106ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് ഓതറൈസ്ഡ് ടു സൈൻ ഇൻ ദി ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് എ മെമ്പർ? ഫസ്റ്റ് ഓപ്ഷൻ പ്രസിഡൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ സെക്രട്ടറി, തേർഡ് ഓപ്ഷൻ മാനേജർ, ഫോർത്ത് ഓപ്ഷൻ എനി ഡയറക്ടർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഹൂ ഈസ് എ ഓതറൈസ്ഡ് ടു സൈൻ ദി ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് എ മെമ്പർ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറിൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൽ ആരാണ് സൈൻ ചെയ്യാനുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള അധികാരി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 106ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ, സെക്രട്ടറി ആണ്. ഇതെവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള? റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡിലാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 107ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, സെക്കൻഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾ, തേർഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് ലോ, ഫോർത്ത് ഓപ്ഷൻ ബൈലോസ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതല്ലേ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? 107ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഡി, ബൈലോസ് ആണ്. ബൈലോസ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 108ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ നോട്ടീസ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഗിവൺ ടു എവറി മെമ്പർ അറ്റ് ലീസ്റ്റ് ഡാഷ് ക്ലിയർ ഡേയ്സ് ബിഫോർ ദി ഡേറ്റ് ഓഫ് ദി മീറ്റിംഗ്. ഫസ്റ്റ് ഓപ്ഷൻ 5, സെക്കൻഡ് ഓപ്ഷൻ 7, തേർഡ് ഓപ്ഷൻ 12, ഫോർത്ത് ഓപ്ഷൻ 15. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് നോട്ടീസ് എവറി മെമ്പേഴ്സിന് എത്ര ക്ലിയർ ഡേയ്സ് നോട്ടീസ് ഇട്ട് കൊടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 108ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഡി, 15 ആണ്, 15 ദിവസം. എ നോട്ടീസ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഗിവൺ ടു എവറി മെമ്പേഴ്സ് അറ്റ് ലീസ്റ്റ് 15 ക്ലിയർ ഡേയ്സ് ബിഫോർ ദി ഡേറ്റ് ഓഫ് ദി മീറ്റിംഗ്. ഇതെവിടെയാണ് പറയുന്നത്? റൂൾ 8A പറയുന്നത്. റൂൾ 8A ജനറൽ ബോഡീനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ജനറൽ ബോഡീനെ കുറിച്ച് പറയുന്ന റൂൾ 8A ഈ 15 ക്ലിയർ ഡേയ്സ് ബിഫോർ ദി ഡേറ്റ് ഓഫ് ദി മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 109ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ നോട്ട് എ റീസൺ ഫോർ ദി സൂപ്പർ സെഷൻ ഓഫ് ദി കമ്മിറ്റി? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ persistently make a default, second option does anything which is prejudicial to the interest of the society, third option committee fails to hold its regular meeting consecutively for 6 months, fourth option makes any payment contrary to the provisions of the KCS Act or rules or the bylaws of the society. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കമ്മിറ്റീനെ സൂപ്പർ സെഷൻ ചെയ്യാൻ പറ്റാത്ത, ഈ താഴെ കൊടുത്തിട്ടുള്ള ഏത് റീസണാണ് പറ്റാത്തത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഏത് റീസണും കൊണ്ടാണ് ചെയ്യില്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 109ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. കമ്മിറ്റി ഫൈൽസ് ടു ഹോൾഡ് ഇറ്റ്സ് റെഗുലർ മീറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി ഫോർ 6 months. എന്താണ്? തുടർച്ചയായിട്ട് സൊസൈറ്റിയുടെ കമ്മിറ്റി 6 months കൂടിയിട്ടില്ലെങ്കിൽ എന്താണ്? അതൊരു റീസൺ അല്ല. കമ്മിറ്റീനെ എന്താണ് സൂപ്പർസീഡ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ളൊരു റീസൺ അല്ല എന്നാണ് പറയുന്നത്. എന്താണ്? സെക്ഷൻ 32 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റീനെ സൂപ്പർസീഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരേ റീസൺ പറയുന്നുണ്ട്. അതിനകത്ത് റീസൺ അല്ലാത്ത, കമ്മിറ്റീനെ സൂപ്പർസീഡ് ചെയ്യാൻ അതിനകത്ത് റീസൺ അല്ലാത്ത ഒരു ഓപ്ഷനാണ് ഇത്. കമ്മിറ്റി ഫൈൽസ് ടു ഹോൾഡ് ഇറ്റ്സ് റെഗുലർ മീറ്റിംഗ് കോൺസിക്യൂട്ടീവ്ലി ഫോർ 6 months. ഒരു കമ്മിറ്റി തുടർച്ചയായിട്ട് 6 മാസം കോൺസിക്യൂട്ടീവ്ലി 6 months മീറ്റിംഗ് കൂടിയില്ലെങ്കിൽ അതൊരു കമ്മിറ്റീനെ സൂപ്പർസൈഡ് ചെയ്ത് കളയാനുള്ളൊരു റീസൺ അല്ല. അപ്പോൾ 109ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 110ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not a characteristic feature of a primary agriculture credit society? First option principal objective which is to undertake agriculture credit activities. Second option to provide loans and advance for agriculture purpose. Third option area of operation confined to a village panchayat or municipality. Fourth option no schematic loans shall be issued to members. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ സവിശേഷത, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഈ താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് വിച്ച് ഈസ് ടു അണ്ടർടേക്ക് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ. പിന്നെ ടു പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ഓൾസോ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറാണ്. പിന്നെ ഏരിയ ഓപ്പറേഷൻ കൺഫൈൻഡ് ടു വില്ലേജ് പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഓൾസോ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറാണ്. അപ്പോൾ അതല്ലാത്തത് ഏതാണ്? ഡി ആണ് ആൻസർ. നോ സ്കീമാറ്റിക് ലോൺ ഷാൾ ബി ഇഷ്യൂഡ് ടു മെമ്പേഴ്സ്. മെമ്പേഴ്സിന് സ്കീമാറ്റിക് ആയിട്ടുള്ള ലോൺസ് ഒന്നും പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ 110ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. നോ സ്കീമാറ്റിക് ലോൺ ഷാൾ ബി ഇഷ്യൂഡ് ടു മെമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 111ാമത്തെ ക്വസ്റ്റ്യൻ. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഡയറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്താവുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പേഴ്സണൽ, സെക്കൻഡ് ഓപ്ഷൻ റിയൽ, തേർഡ് ഓപ്ഷൻ നോമിനൽ, ഫോർത്ത് ഓപ്ഷൻ ആർട്ടിഫിഷ്യൽ. ഏതാണ് ആൻസർ? റിയൽ ആണ്. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. അപ്പോൾ 111ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ഓപ്ഷനാണ്, റിയൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ബില്ല് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ ഈസ് ഡിസോണേഡ്, ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഈസ്.
ഫസ്റ്റ് ഓപ്ഷൻ ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ്, സെക്കൻഡ് ഓപ്ഷൻ ഡ്രോവേഴ്സ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ അക്സെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. യെസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു ജേണൽ എൻട്രിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഒരു ബില്ല് സെൻഡ് ടു ബാങ്കിലേക്ക് സെൻഡ് ചെയ്ത് ഫോർ കളക്ഷന് വേണ്ടി എന്ത് സംഭവിച്ചു? ഡിസോണർ ആയി കഴിഞ്ഞാൽ ദ അക്കൗണ്ട് എന്താണ് ടു ബി ക്രെഡിറ്റഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഏതാണ് അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ജേണൽ എൻട്രി മനസ്സിലാക്കണം. ഫസ്റ്റിലെ ഒരു ബില്ല് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷന് സെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു, ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ. ഇതാണ് ജേണൽ എൻട്രി. ബിൽസ് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷന് വേണ്ടി സെൻഡ് ചെയ്യുമ്പോൾ ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു. അപ്പോൾ ഇത് പറയാം, ബാങ്കേഴ്സ് അക്കൗണ്ട് സെയിം ആണ്. ഇത് ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ, ഇതായിട്ട് സെയിം തന്നെയാണ്. ഓക്കെ, ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റഡ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ് തന്നെയാണ്. ടു ബിൽസ് റിസീവബിൾ, കളക്ഷന് വേണ്ടി അയക്കാൻ നേരത്ത്. അപ്പോൾ എന്താണ്? ഡെബിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ്, അല്ലെങ്കിൽ ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ആണ്. ഇനി എന്താണ്? അങ്ങനെ സെൻഡ് ചെയ്തിട്ടുള്ള ബില്ല് എന്താണ്? ഡിസോണറായി. ഡിസോണർ ആകുമ്പോൾ ഉള്ള ജേണൽ എൻട്രിയും കൂടെ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഡിസോണർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റർ എന്താണ്? ഇപ്പോൾ ഡെബിറ്റ് ആണ്, എന്ത് ചെയ്യും? അത് നേരെ റിവേഴ്സ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഡിസോണറിൻ്റെ ഡെബിറ്റ് എൻട്രി എന്ന് നോക്കണം. ഡെബിറ്റ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റർ, യെസ്, അക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഏതാണ്? ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. യെസ്, ഡിസോണർ ആകുമ്പോൾ അക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, അതിനുശേഷം ഇവിടുത്തെ ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് നേരെ റിവേഴ്സ് ചെയ്യും. ഡെബിറ്റുള്ള ക്രെഡിറ്റ് ചെയ്യും. ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്ററിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിം ആസ് എ ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ്. അപ്പോൾ വെൻ എ ബില്ല് സെൻഡ് ഫോർ ബാങ്ക് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഈസ് ഡിസോണർ, ദ അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ്. ഡയറക്റ്റ് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഏത് ജേണൽ എൻട്രിയാണ്? ഈ ജേണൽ എൻട്രിയാണ് അക്സെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. ദാറ്റ് മീൻസ് ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ്. അപ്പോൾ വെൻ എ ബില്ല് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഈസ് ഡിസോണർ, ദ അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ്. ഏതാണ്? ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ്. അപ്പോൾ 112ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി, ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ഹിസ് ബുക്ക്. ഫസ്റ്റ് ഓപ്ഷൻ ക്യാഷ്, സെക്കൻഡ് ഓപ്ഷൻ കൺസൈനേഴ്സ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ കൺസൈൻമെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ സ്റ്റോക്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി ആണ്. യെസ്, കൺസൈൻമെൻറ്റിൽ കൺസൈനി സെയിൽ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്രെഡിറ്റഡ് ഇൻ ഹിസ് ബുക്ക്, അതാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, കൺസൈനി സെയിൽ നടത്തി കഴിഞ്ഞാൽ കൺസൈൻമെൻറ്റിൽ ജേണൽ എൻട്രി നോക്കാം. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ എങ്ങനെ വരും? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു കൺസൈനേഴ്സ് അക്കൗണ്ട് വരും. ഓക്കെ, ക്യാഷ് ആണെങ്കിൽ. ക്രെഡിറ്റ് ആണെങ്കിൽ എന്ത് വരും? ക്രെഡിറ്റ് ആണെങ്കിൽ ക്യാഷും ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ മാറിയ ശേഷം എന്താണ്? കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ അക്കൗണ്ട് ഡെറ്റർ ടു നേരെ കൺസൈനേഴ്സ്, ഇത് തന്നെ വരും, കൺസൈനേഴ്സ് അക്കൗണ്ട്. യെസ്, അപ്പോൾ ക്യാഷിലായിക്കോട്ടെ ക്രെഡിറ്റിലായിക്കോട്ടെ വെൻ സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി ദ അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ്. ഏതാണ് വരുന്നത്? കൺസൈനർ അക്കൗണ്ടാണ്. കൺസൈനർ അല്ലെങ്കിൽ കൺസൈനേഴ്സ് അക്കൗണ്ടാണ് വരുന്നത്. അപ്പോൾ 113ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? വെൻ സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ഹിസ് ബുക്ക്. ഏതാണ്? ബി ആണ്, കൺസൈനേഴ്സ് അക്കൗണ്ട്. 113ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി, കൺസൈനേഴ്സ് അക്കൗണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 114ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The income through admission fees of a cooperative society is a first option capital income, second option revenue income, third option asset, fourth option liability. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? The income through admission fees of a cooperative society. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അഡ്മിഷൻ ഫീസിൽ നിന്ന് ഇൻകം വന്നു കഴിഞ്ഞാൽ അത് ഏത് ഇൻകം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 114ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ, റവന്യൂ ഇൻകം ആണ്. ദ ഇൻകം ത്രൂ അഡ്മിഷൻ ഫീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ റവന്യൂ ഇൻകം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
115ാമത്തെ ക്വസ്റ്റ്യൻ എ ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. ബിൻ കാർഡ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സിങ്ങിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് സ്റ്റോർ കീപ്പർ, സെക്കൻഡ് അക്കൗണ്ടൻറ്റ്, തേർഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫോർത്ത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. 115ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? എ സ്റ്റോർ കീപ്പറാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 116ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ബൈസിക്കിൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഡാഷ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ്. ഫസ്റ്റ് വൺ പ്രോസസ്, സെക്കൻഡ് വൺ യൂണിറ്റ്, തേർഡ് വൺ മൾട്ടിപ്പിൾ, ഫോർത്ത് വൺ സർവീസ്. എന്താണ്? ബൈസിക്കിൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഏത് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 116ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സി, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ് ആൻസർ. ഇൻ ബൈസിക്കിൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Q ഈസ് ഈക്വൽ ടു √2CO ഡിവൈഡ് ബൈ I ഇൻ ദിസ് ഇക്വേഷൻ. O എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ഹോൾഡിംഗ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ്, സെക്കൻഡ് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് വൺ ഓർഡർ, തേർഡ് ഓർഡേർഡ് ക്വാണ്ടിറ്റി, ഫോർത്ത് ഓപ്ഷൻ കൺസപ്ഷൻ ഓഫ് മെറ്റീരിയൽ. യെസ്, ക്വസ്റ്റ്യൻ നോക്കാം. Q ഈസ് ഈക്വൽ ടു √2CO ഡിവൈഡ് ബൈ I. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഈസ് ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം ഈസ് നോൺ ആസ് EOQ. അതിനകത്ത് നമുക്ക് ഈ ഇക്വേഷൻ മനസ്സിലാക്കണം. √2 എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ. അടുത്ത സി നോക്കാം. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസപ്ഷൻ ഓഫ് മെറ്റീരിയൽ ആണ്. സി എന്ന് പറഞ്ഞാൽ ആനുവൽ കൺസപ്ഷൻ ഓഫ് മെറ്റീരിയൽ. അടുത്തെന്താണ്? ഓയല്ലേ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. O എന്ന് പറഞ്ഞാൽ എന്താണ്? O എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് വൺ ഓർഡർ ആണ്. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് വൺ ഓർഡർ. അപ്പോൾ 117ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. O എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് വൺ ഓർഡർ ആണ്. ഇനി ഐയും കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ. I എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുവൽ ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ വൺ യൂണിറ്റ്. I എന്ന് പറഞ്ഞാൽ ആനുവൽ ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ വൺ യൂണിറ്റ് ആണ്. അപ്പോൾ 117ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് വൺ ഓർഡർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 118ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അപ്പിയർസ് ഇൻ ദി ട്രയൽ ബാലൻസ് ഈസ് എ. ഫസ്റ്റ് ഓപ്ഷൻ എക്സ്പെൻസ്, സെക്കൻഡ് ഓപ്ഷൻ ആൻറ്റിസിപ്പേറ്റഡ് ഇൻകം, തേർഡ് ഓപ്ഷൻ ലയബിലിറ്റി, ഫോർത്ത് ഓപ്ഷൻ അസറ്റ്. എന്താണ്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അപ്പിയർ ഇൻ ദി ട്രയൽ ബാലൻസ് അപ്പിയർ ചെയ്താൽ അത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾ പ്രൊവിഷൻസ് ആർ ലയബിലിറ്റി. യെസ്. അപ്പോൾ 118ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. ലയബിലിറ്റി ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അപ്പിയർസ് ഇൻ ദി ട്രയൽ ബാലൻസ് ഈസ് എ. സി ആണ് ആൻസർ, ലയബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ 119ാമത്തെ ക്വസ്റ്റ്യൻ. അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ ഓൾസോ കോൾഡ് ഡാഷ് അക്കൗണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ പെർമനൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ടെമ്പററി, തേർഡ് ഓപ്ഷൻ റിയൽ, ഫോർത്ത് ഓപ്ഷൻ ടാഞ്ചിബിൾ. അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ്. റവന്യൂ ആൻഡ് എക്സ്പെൻസസ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട്സ് ഏത് അക്കൗണ്ടാണ്? ടെമ്പററി അക്കൗണ്ടാണ്. അപ്പോൾ ടെമ്പററി അക്കൗണ്ട് എന്ത് ചെയ്യും? ക്ലോസ്ഡ് ടു ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് ഓർ പി ആൻഡ് അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് അവസാനിപ്പിച്ച് കളയും. യെസ്, ഇതാണ് പെർമനൻറ്റ് അക്കൗണ്ട് എന്ന് പറയുക. പെർമനൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന റിയൽ അക്കൗണ്ടും പിന്നെ ഏതാണ്? പേഴ്സണൽ അക്കൗണ്ടുമാണ്. അപ്പോൾ അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ ഓൾസോ കോൾഡ്. ബി ആണ് ആൻസർ, ടെമ്പററി അക്കൗണ്ട്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ പ്രീപെയ്ഡ് ആൻഡ് അൺപെയ്ഡ് എക്സ്പെൻസസ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഡ്യൂ ടു ദി ഡാഷ് കൺസെപ്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ മാച്ചിങ്, സെക്കൻഡ് എൻറ്റിറ്റി, തേർഡ് കോസ്റ്റ്, ഫോർത്ത് പീരീഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ പ്രീപെയ്ഡ് ആൻഡ് അൺപെയ്ഡ് എക്സ്പെൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് അല്ലെങ്കിൽ ഡ്യൂ ആവുന്നത് ഏത് കൺസെപ്റ്റിൻ്റെ ബേസിലാണ്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? മാച്ചിങ് കൺസെപ്റ്റാണ്. അപ്പം 120ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ പ്രീപെയ്ഡ് ആൻഡ് അൺപെയ്ഡ് എക്സ്പെൻസസ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഡ്യൂ ടു ദി എന്താണ്? മാച്ചിങ് കൺസെപ്റ്റ്. 121ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം 1st April 1999 വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് ഈസ് ആസ് പെർ. ഫസ്റ്റ് ഓപ്ഷൻ AS1. AS1 എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് 1. സെക്കൻഡ് ഓപ്ഷൻ AS2, തേർഡ് ഓപ്ഷൻ AS3, ഫോർത്ത് ഓപ്ഷൻ AS4. എന്താണ്? ഫ്രം 1st April 1999 മുതൽ വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഏത് അക്കൗണ്ട് സ്റ്റാൻഡേർഡിൻ്റെ ബേസിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ AS1. AS1 എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. സെക്കൻഡ് AS2 ആണ് വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രീസ്. അപ്പോൾ 121ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. സി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിജൻസീസ് ഓർ ഈവൻറ്റ്സ് ഓക്കറിങ് ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 122ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
The unclaimed dividend will be shown. First option debit side of P&L account, second option credit side of P&L account, third option asset side of balance sheet, fourth option liability side of the balance sheet. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അൺക്ലൈംഡ് ഡിവിഡൻഡ്, ക്ലൈം ചെയ്യാത്ത ഡിവിഡൻഡ് എവിടെയാണ് കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്, എവിടെയാണ് കാണിക്കുന്നത്? ദ അൺക്ലൈംഡ് ഡിവിഡൻഡ് ഈസ് ലയബിലിറ്റി ആണ്. അപ്പോൾ എവിടെ കാണിക്കും? ഡി ആണ് ആൻസർ, ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ദ അൺക്ലൈംഡ് ഡിവിഡൻഡ് വിൽ ബി ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. 122ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 123ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If wages paid is wrongly recorded in salary account is an example of dash error. First option omission, second principal, third duplication, fourth compensating. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വേജസ് പെയ്ഡ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വേജസ് പെയ്ഡ്. ഇറ്റ്സ് റോങ്ലി റെക്കോർഡ് ചെയ്തു എവിടെ? സാലറി അക്കൗണ്ടിൽ. സാലറി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എറർ. എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. യെസ്, ഇറ്റ്സ് ആൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ 123ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ, പ്രിൻസിപ്പിളാണ്. ഇഫ് വേജസ് പെയ്ഡ് ഇസ് റോങ്ലി റെക്കോർഡ് ഇൻ സാലറി അക്കൗണ്ട് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രിൻസിപ്പിൾ എറർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 124ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഓഫ് എ ബിസിനസ് ഈസ് എ കോൾഡ് ഡാഷ് പ്രോഫിറ്റ്. പല ആവർത്തി CSCBക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, PSCക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ റവന്യൂ, സെക്കൻഡ് ഓപ്ഷൻ ക്യാപിറ്റൽ, തേർഡ് ഓപ്ഷൻ നെറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഗ്രോസ്. അതായത് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, ഇൻകോർപ്പറേഷന് മുമ്പുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്ത് പ്രോഫിറ്റാണ്? ഇസ് ആൻ ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ 124ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്, ക്യാപിറ്റൽ. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 125ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Stock of goods given as free samples is credited in dash account. First option sales, second purchases, third option stock, fourth option advertisement. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്തായിട്ട് കൊടുത്തു? ഫ്രീ സാമ്പിളായിട്ട് കൊടുത്തു. അത് ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഫ്രീ സാമ്പിളായിട്ട് കൊടുക്കുന്ന പ്രൊമോഷൻ ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി വരുന്നത്? അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഒക്കെ നമ്മൾ പല ആവർത്തി പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഗിവൺ ആസ് എ ഫ്രീ സാമ്പിൾ ഇസ് ക്രെഡിറ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിലാണ്? പർച്ചേസ് അക്കൗണ്ടിലാണ്. അപ്പോൾ 125ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്, പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 126ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോൺട്രാ എൻട്രി. ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ഇഷ്യൂഡ് ടു ക്രെഡിറ്റർ, സെക്കൻഡ് ഓപ്ഷൻ ചെക്ക് ഡിപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, തേർഡ് ഓപ്ഷൻ ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ബൈ ക്രെഡിറ്റർ, ഫോർത്ത് ഓപ്ഷൻ ഡിസോണർ ഓഫ് ചെക്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എക്സാമ്പിൾ ഓഫ് കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രിക്ക് എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. കോൺട്രാ എൻട്രിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 126ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആണ്. ദാറ്റ് മീൻസ് ക്യാഷ് ഓർ ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോൺ ഫ്രം ദി ബാങ്ക് ഫോർ ഓഫീസ് യൂസ് ഈസ് ട്രീറ്റഡ് ആസ് എ എന്താണ് എക്സാമ്പിൾ ഓഫ് കോൺട്രാ എൻട്രി. അപ്പോൾ 126ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 127ാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡാഷ് വാല്യൂ. ഫസ്റ്റ് വൺ ബുക്ക്, സെക്കൻഡ് വൺ സ്ക്രാപ്പ്, തേർഡ് വൺ ഒറിജിനൽ, ഫോർത്ത് വൺ മാർക്കറ്റ്. യെസ്, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡിപ്രിസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ, ഡിമിനിഷിംഗ് ബാലൻസ് അല്ലെങ്കിൽ WDV, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് വാല്യൂവിൻ്റെ ബേസിലാണ്? 127ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബുക്ക് വാല്യൂവിൻ്റെ ബേസിലാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണെങ്കിൽ ഏത് വന്നേനെ? ഒറിജിനൽ വാല്യൂ വന്നേനെ. അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രിസിയേഷൻ ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ആൻസർ എ ബുക്ക് വാല്യൂ ആണ്. അപ്പോൾ 127ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ബുക്ക് വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 128ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആക്സിഡൻ്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് മേ ബി ഷോൺ. യെസ്, ഫസ്റ്റ് ഓപ്ഷൻ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആക്സിഡൻ്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് ഡിസ്ട്രോയ്ഡ് ബൈ ഫയർ ഓർ ആക്സിഡൻറ്റ് മേ ബി ഷോൺ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജേണൽ എൻട്രി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല. എവിടെയാണ് ഷോൺ ചെയ്യുന്നത്? ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. കാരണം വാല്യൂ കുറേൻ്റെ സ്റ്റോക്ക് വാല്യൂ, അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ 128ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ബി ആണ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ആക്സിഡൻ്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് മേ ബി ഷോൺ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അപ്പോൾ 128ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 129ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഡാഷ്.
ഫസ്റ്റ് ഓപ്ഷൻ സെല്ലിംഗ് ഓവർ ഹെഡ്, സെക്കൻഡ് ഓപ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, ഫോർത്ത് ഓപ്ഷൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, ഫോർത്ത് ഓപ്ഷൻ വർക്ക്സ് ഓവർ ഹെഡ്. യെസ്, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ്, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റിങ്ങിൽ ഏതാണ് കോസ്റ്റ് ഷീറ്റൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ആൻസർ ഏതാണ്, സി ആണ് ആൻസർ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡും കൂടെ കൂടുന്നതാണ്. അപ്പോൾ 129ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്, സി ആണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 130ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് എ ഫിക്റ്റീഷ്യസ് അസറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ നെറ്റ് ലോസ് ഓഫ് ദി കമ്പനി, സെക്കൻഡ് നെറ്റ് ലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, തേർഡ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഫോർത്ത് ഗുഡ് വിൽ. താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഫിക്റ്റീഷ്യസ് അസറ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 130ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്, ഡി ആണ് ആൻസർ, ഗുഡ് വിൽ ആണ്. ഗുഡ് വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ബാക്കിയെല്ലാം നെറ്റ് ലോസും നെറ്റ് ലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയും കമ്പനിയും പ്രിലിമിനറി എക്സ്പെൻസസ് എല്ലാം എന്താണ്, ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്, അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. അതിനകത്ത് ഫിക്റ്റീഷ്യസ് അസറ്റ് അല്ലാത്തത് ഏതാണ്, ഗുഡ് വിൽ ആണ്. ഗുഡ് വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 131ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ട്രാൻസാക്ഷൻ റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ അസറ്റ്സ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി? ഫസ്റ്റ് ഓപ്ഷൻ പർച്ചേസ് ഓഫ് ലാൻഡ്, സെക്കൻഡ് ഓപ്ഷൻ പർച്ചേസ് ഓഫ് ലാൻഡ് ഓൺ ക്രെഡിറ്റ്, തേർഡ് ഓപ്ഷൻ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, ഫോർത്ത് ഓപ്ഷൻ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഈ താഴെ കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷനിൽ അസറ്റ് ഡിക്രീസ് ചെയ്യുന്നതും ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതും ഏത് ട്രാൻസാക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ഒരേ ട്രാൻസാക്ഷൻ ഒന്ന് അനാലിസിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. ഫസ്റ്റ് പർച്ചേസ് ഓഫ് ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യും, അപ്പം ആ ഓപ്ഷൻ ഒഴിവാക്കാം. സെക്കൻഡ് പർച്ചേസ് ഓഫ് ലാൻഡ് ഓൺ ക്രെഡിറ്റ്, ലാൻഡ് ക്രെഡിറ്റ് വാങ്ങാൻ നേരത്ത് അസറ്റ് ഇൻക്രീസ് ചെയ്യും, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും, അപ്പോൾ അത് ഒഴിവാക്കാം. തേർഡ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്, ലയബിലിറ്റി കൂടും, അതേപോലെ തന്നെ എന്താണ്, അസറ്റും ഇൻക്രീസ് ചെയ്യും, അപ്പോൾ അത് ഒഴിവാക്കാം. അടുത്ത റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ, ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡിബെഞ്ചർ എന്താണ്, തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തിരിച്ചു കൊടുക്കാൻ നേരത്ത് എന്ത് സംഭവിക്കും, അസറ്റ് അത്രയും കുറയും, കാരണം അത്രയും മണി കളക്ട് ചെയ്തേക്കുമല്ലേ, അസറ്റ് കളക്ട് ചെയ്തേക്കുമല്ലേ, ആ അസറ്റ് കുറയുകയും ചെയ്യും. അതേപോലെ തന്നെ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിൽ ആ ലയബിലിറ്റിയും കുറയും. അപ്പോൾ ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റിക്ക് ഏറ്റവും നല്ല ഒരു ട്രാൻസാക്ഷൻ ഒരു എക്സാമ്പിൾ ഏതാണ്, റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ ആണ്. അപ്പോൾ 131ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്, റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 132ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റിംഗ് ഓഫ് എക്സസീവ് ഡിപ്രിസിയേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ഡാഷ് റിസർവ്. ഫസ്റ്റ് ഓപ്ഷൻ ജനറൽ, സെക്കൻഡ് സ്പെസിഫിക്, തേർഡ് ക്യാപിറ്റൽ, ഫോർത്ത് സീക്രട്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റൈറ്റിംഗ് ഓഫ് എക്സസീവ് ഡിപ്രിസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഈ റിസർവ്, ഏത് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 132ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്, ഡി ആണ് ആൻസർ, സീക്രട്ട് റിസർവ് ആണ്. അപ്പോൾ റൈറ്റിംഗ് ഓഫ് എക്സസീവ് ഡിപ്രിസിയേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് സീക്രട്ട് റിസർവ് ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 133ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഐറ്റം ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റേഷനറി കൺസ്യൂംഡ്, സെക്കൻഡ് സാലറീസ് ആൻഡ് വേജസ്, തേർഡ് ഇൻസ്റ്റലേഷൻ ചാർജസ് ഓഫ് ന്യൂ മെഷീനറി, ഫോർത്ത് റിപ്പയർ ടു മെഷീനറി. യെസ്, ഈ ഫോളോവിങ് ഐറ്റംസിൽ അല്ലെങ്കിൽ ഫോളോവിങ് ഓപ്ഷനിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അപ്പിയർ ചെയ്യാത്ത ഏത് ഐറ്റം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 133ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്, സി ആണ് ആൻസർ, ഇൻസ്റ്റലേഷൻ ചാർജ് ഓഫ് ന്യൂ മെഷീനറി ആണ്. എന്താണ് കാരണം, ഇൻസ്റ്റലേഷൻ ഓഫ് ചാർജ് ഓഫ് ന്യൂ മെഷീനറി ഈസ് ആഡഡ് ടു, ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് ഈസ് ആഡഡ് ടു മെഷീനറിയുടെ കൂടെ തന്നെ ആഡ് ചെയ്യും. അപ്പോൾ 133ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ഇൻസ്റ്റലേഷൻ ചാർജ് ഓഫ് ന്യൂ മെഷീനറി ഐറ്റംസ് ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 134ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാലൻസസ് ഓഫ് പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ടു? ഫസ്റ്റ് ഓപ്ഷൻ ട്രേഡിംഗ് അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, തേർഡ് ഓപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഫോർത്ത് ഓപ്ഷൻ ബാലൻസ് ഷീറ്റ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ടു, ബാലൻസസ് ഓഫ് പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 3 അക്കൗണ്ടാണ്. ഫസ്റ്റ് നോമിനൽ, സെക്കൻഡ് പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ടെമ്പററി അക്കൗണ്ട് ആയതുകൊണ്ട് ക്ലോസ്ഡ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്ത് കളയും. പക്ഷേ പെർമനൻ്റ് അക്കൗണ്ടാണ് പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്, അത് എന്ത് ചെയ്യും, ബാലൻസ് ചെയ്തിട്ട് ആ ബാലൻസ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 134ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്, എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡി ആണ് ആൻസർ. ബാലൻസസ് ഓഫ് പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്സ് ആർ ട്രാൻസ്ഫേർഡ് ടു, ഡി ആണ് ആൻസർ, ബാലൻസ് ഷീറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
135ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ എ നോൺ ട്രേഡിംഗ് കൺസേൺ ഡാഷ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ റിസീപ്റ്റ്. ഫസ്റ്റ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, സെക്കൻഡ് ലെഗസീസ്, തേർഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഫോർത്ത് ഗ്രാൻഡ് ഫ്രം ഗവൺമെൻറ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നോൺ ട്രേഡിംഗ് കൺസേണിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ക്യാപിറ്റൽ റിസിപ്റ്റ് അല്ലാത്ത ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സി ആണ് ആൻസർ. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഇൻ എ നോൺ ട്രേഡിംഗ് കൺസേൺ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് എ നോട്ട് എ ക്യാപിറ്റൽ റിസീപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 136ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക്? ഫസ്റ്റ് ഓപ്ഷൻ 1 month ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ, സെക്കൻഡ് ഓപ്ഷൻ 2 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ, തേർഡ് ഓപ്ഷൻ 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഫോർത്ത് ഓപ്ഷൻ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ. അറിയാവുന്നല്ല എല്ലാവർക്കും. എന്താണ് വാട്ട് ഈസ് ദി വാലിഡിറ്റി പീരീഡ് ഓഫ് ചെക്ക്? വാലിഡിറ്റി പീരീഡ് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ്. അപ്പോൾ 136ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 137ാമത്തെ ക്വസ്റ്റ്യൻ ഹു ഈസ് ദി റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ദി കോപ്പറേറ്റീവ് ബാങ്ക്സ്? ഫസ്റ്റ് ഓപ്ഷൻ RBI, സെക്കൻഡ് ഓപ്ഷൻ നബാർഡ്, തേർഡ് ഓപ്ഷൻ സെൻട്രൽ ഗവൺമെൻറ്, ഫോർത്ത് ഓപ്ഷൻ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആരാണ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ദി കോപ്പറേറ്റീവ് ബാങ്ക്സ്? കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ റെഗുലേറ്ററി അതോറിറ്റി ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആരാണ്? അറിയാമല്ലോ എല്ലാവർക്കും. ഡി ആണ് ഓപ്ഷൻ. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പം രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ദി റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ദി കോപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലെങ്കിൽ സൊസൈറ്റീസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 138ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ നോട്ട് എ കോമൺ എക്സാമ്പിൾ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിന് കോമൺ എക്സാമ്പിൾ അല്ലാത്ത എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ചെക്സ്, സെക്കൻഡ് പ്രോമിസറി നോട്ട്, തേർഡ് ഓപ്ഷൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഫോർത്ത് ഓപ്ഷൻ ട്രാവലേഴ്സ് ചെക്ക്. അറിയാലോ, ചെക്സും പ്രോമിസറി നോട്ട്സും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അല്ലാത്ത ഏതാണ്? ഡി ആണ് ആൻസർ. ട്രാവലേഴ്സ് ചെക്കാണ്. ട്രാവലേഴ്സ് ചെക്ക് ഈസ് എ നോട്ട് എ കോമൺ എക്സാമ്പിൾ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 139ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോ ഈസ് എ നോട്ട് എ ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ്? ഫസ്റ്റ് എ ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ്, സെക്കൻഡ് റെസ്ട്രിക്റ്റീവ് എൻഡോസ്മെൻറ്റ്, തേർഡ് പാർഷ്യൽ എൻഡോസ്മെൻറ്റ്, ഫോർത്ത് ഫ്രീ എൻഡോസ്മെൻറ്റ്. യെസ്, എൻഡോസ്മെൻറ്റ് നോട്ട് എ ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ് അല്ലാത്ത ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതല്ലേ, ടൈപ്സ് ഓഫ് എൻഡോസ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 139ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. ഫ്രീ എൻഡോസ്മെൻറ്റ്. ഫ്രീ എൻഡോസ്മെൻറ്റ് ഈസ് എ നോട്ട് എ ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ്. ടൈപ്പ് ഓഫ് എൻഡോസ്മെൻറ്റ് അല്ലാതെ ഫ്രീ എൻഡോസ്മെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 140ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ കസ്റ്റമർ ഓപ്പൺസ് ആൻ അക്കൗണ്ട് വിത്ത് ദി ബാങ്ക് ആൻഡ് ഇഫ് ദി അക്കൗണ്ട് ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ് ദെൻ ദി ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ്? ഫസ്റ്റ് ഓപ്ഷൻ ഡെപ്റ്റർ ക്രെഡിറ്റർ, സെക്കൻഡ് ഓപ്ഷൻ ക്രെഡിറ്റർ ഡെപ്റ്റർ, തേർഡ് ഓപ്ഷൻ പ്രിൻസിപ്പൽ ഏജൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ പ്ലഡ്ജർ പ്ലഡ്ജി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കസ്റ്റമർ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് കാണിച്ചാൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്ന് അറിയാലോ. ഏതാണ് ആൻസർ? ഡെപ്റ്റർ ക്രെഡിറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ. 140ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ഡെപ്റ്റർ ക്രെഡിറ്റർ ആണ്. ഇനി ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്തായിട്ട് വന്നേനെ? ക്രെഡിറ്റർ ഡെപ്റ്റർ ആയിട്ട് വന്നേനെ. പിന്നെ പ്രിൻസിപ്പൽ ഏജൻറ്റും പ്ലഡ്ജറും പ്ലഡ്ജിയും ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. അപ്പോൾ 140ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡെപ്റ്റർ ക്രെഡിറ്റർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 141ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രോമിസറി നോട്ട് ഈസ് വാലിഡ് ഓൺലി ഫോർ എ പീരിയഡ് ഓഫ് ഡാഷ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ 6 months, സെക്കൻഡ് ഓപ്ഷൻ 1 year, തേർഡ് ഓപ്ഷൻ 3 years, ഫോർത്ത് ഓപ്ഷൻ 12 years. യെസ്, പ്രോമിസറി നോട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആ ടോപ്പിക്ക് പഠിച്ചപ്പോൾ ഇത് പറഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് പോക്കോ. പ്രോമിസറി നോട്ട് ഈസ് എ വാലിഡ്. പ്രോമിസറി നോട്ടിൻ്റെ വാലിഡ് ഓൺലി ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ. ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ മുതൽ എത്ര നാളാണ് പ്രോമിസറി നോട്ടിൻ്റെ വാലിഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 141ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 3 years ആണ്. യെസ്, എ പ്രോമിസറി നോട്ട്സ് ഈസ് എ വാലിഡ് ഓൺലി ഫോർ എ പീരീഡ് ഓഫ് 3 years സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ. അപ്പോൾ 141ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. 3 years. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 142ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR വിത്ത് RBI? ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സെക്കൻഡ് ഓപ്ഷൻ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, തേർഡ് ഓപ്ഷൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഫോർത്ത് ഓപ്ഷൻ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് ടൈപ്പ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് ക്യാഷ് റിസർവ് റേഷ്യോ വിത്ത് RBI മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? യെസ്, 142ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നൊക്കെ ഒരു സംശയം തോന്നാം. പക്ഷേ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ബി ആണ്. ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. യെസ്, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR വിത്ത് RBI. അപ്പോൾ 142ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
143 ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ. ഫസ്റ്റ് ഓപ്ഷൻ April 1, 1935, സെക്കൻഡ് April 1, 1936, തേർഡ് March 1, 1935, ഫോർത്ത് March 1, 1936. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്ത ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡേറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട മന്തും ഇയറും ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഏതാണ് ആൻസർ? 143 ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. April 1, 1935 ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ 1 April 1935. അപ്പോൾ 143 ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 144 ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദി ചെയർമാൻ ഓഫ് ദി ടാസ്ക് ഫോഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അനാലിസിസ് ദ പ്രോബ്ലംസ് ഓഫ് ദി ഷോർട്ട് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ആൻഡ് സജസ്റ്റ് ആക്ഷൻ പ്ലാൻ ഫോർ റിവൈവൽ? ഫസ്റ്റ് ഓപ്ഷൻ ബ്രഹ്മപ്രകാശ്, സെക്കൻഡ് ഗാഡ്ഗിൽ, തേർഡ് പ്രകാശ് ബക്ഷി, ഫോർത്ത് വൈദ്യനാഥൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്? ടു അനാലിസിസ് ദ പ്രോബ്ലം ഓഫ് ഷോർട്ട് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ്. കോപ്പറേറ്റീവ് ഷോർട്ട് ടൈം ക്രെഡിറ്റിൻ്റെ പ്രോബ്ലം അനാലിസിസ് ചെയ്യാനോ അതുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട റിവൈവലിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസൊക്കെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ടാസ്ക് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 144 ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? പല ആവർത്തി CSIB ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? വൈദ്യനാഥനാണ്. ഡി ആണ് ആൻസർ. വൈദ്യനാഥൻ വാസ് ദി ചെയർമാൻ ഓഫ് ദി ടാസ്ക് ഫോഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അനാലിസിസ് ദ പ്രോബ്ലം ഓഫ് ദി ഷോർട്ട് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ആൻഡ് സജസ്റ്റ് ആക്ഷൻ പ്ലാൻ ഫോർ റിവൈവൽ. 144 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 145 ക്വസ്റ്റ്യൻ നോക്കാം. ആസ് ഓൺ 1 November 2020 ദ SLR ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ 3%, സെക്കൻഡ് ഓപ്ഷൻ 4%, തേർഡ് ഓപ്ഷൻ 18%, ഫോർത്ത് ഓപ്ഷൻ 25%. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 1 November 2020 മുതൽ ദി SLR ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ്. SLR എന്തായിരുന്നു? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 145 ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? സി ആണ്. 18% ആണ്. ആസ് ഓൺ 1 November 2020 ദ SLR ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് 18%. 145 ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 146 ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്ലൂയിഡ് റിസോഴ്സ് റിക്വയർഡ് ഫോർ മച്ചുവേർഡ് ആൻഡ് ഡ്യൂ ഫോർ പേയ്മെൻറ്റ് ഡിപ്പോസിറ്റ് ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ 20%, സെക്കൻഡ് ഓപ്ഷൻ 25%, തേർഡ് ഓപ്ഷൻ 50%, ഫോർത്ത് ഓപ്ഷൻ 100%. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഫ്ലൂയിഡ് റിസോഴ്സസ് റിക്വയർഡ് ഫോർ മച്ചുവേർഡ് ആൻഡ് ഡ്യൂ ഫോർ പേയ്മെൻറ്റ് ഡിപ്പോസിറ്റ്. യെസ്, മച്ചുവേർഡ് ആൻഡ് ഡ്യൂ ഫോർ പേയ്മെൻറ്റ് ഡിപ്പോസിറ്റിന് എത്ര പെർസെൻറ്റേജ് ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 146 ക്വസ്റ്റ്യൻ്റെ ആൻസർ മച്ചുറായൻ്റെ എന്താണ്? 100% ഫുൾ വാല്യൂ ആണ്. അപ്പോൾ 146 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, 100%. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 147 ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വാസ് ദി കേരള ബാങ്ക് ഒഫീഷ്യലി ഫോംഡ്? ഫസ്റ്റ് ഓപ്ഷൻ 29/11/2019, സെക്കൻഡ് 1/4/2018, തേർഡ് 31/3/2019, ഫോർത്ത് 26/5/2020. കേരള ബാങ്ക് ഒഫീഷ്യലി ഫോം ചെയ്തിട്ടുള്ളത് ഏത് വർഷം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട വർഷവും ഡേറ്റും മന്തുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 147 ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. 29/11/2019 കേരള ബാങ്ക് ഒഫീഷ്യലി ഫോംഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 148 ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി കാറ്റഗറി ഓഫ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്? ഫസ്റ്റ് ഓപ്ഷൻ ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, സെക്കൻഡ് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റി, തേർഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫോർത്ത് റൂറൽ ബാങ്ക്. താഴെ കൊടുത്തിട്ടുള്ള ഈ ഓപ്ഷൻസിലോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള സൊസൈറ്റിയിൽ ഏത് സൊസൈറ്റീസാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിൽ ഉൾപ്പെടാത്ത എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 148 ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ബി ആണ്, അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റിയാണ്. യെസ്, അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി കാറ്റഗറി ഓഫ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഉൾപ്പെടാത്ത ഏതാണ്? ബി ആണ് ആൻസർ, അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 149 ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഫാർമേഴ്സ് ഫോർ ദി പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഷോർട്ട് ടൈം അഗ്രികൾച്ചർ ലോൺ ത്രൂ KCC? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ 1%, സെക്കൻഡ് 2%, തേർഡ് 3%, ഫോർത്ത് 5%. എന്താണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്? KCC ത്രൂ, അതായത് കിസാൻ ക്രെഡിറ്റ് ത്രൂ അഗ്രികൾച്ചർ ലോണുകൾ, ഷോർട്ട് ടൈം അഗ്രികൾച്ചർ ലോണുകൾ ഫാർമേഴ്സ് പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, ഇൻട്രസ്റ്റിൽ എന്താണ് ഇളവുകൾ കൊടുക്കും. അത് എത്ര റേറ്റാണ്,
എത്ര റേറ്റിലാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫാർമേഴ്സിന് കൊടുക്കുന്നത്? പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഷോർട്ട് ടൈം അഗ്രികൾച്ചർ ലോണ് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ത്രൂ KCC കൂടെ നടത്തി കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 149ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. 3% ആണ്. 3% is the rate of interest subvention of Government of India to farmers for the prompt payment of short-term agriculture loan through KCC, Kisan Credit Card through. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 150ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കേരള കോപ്പറേറ്റീവ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ് ആസ് പെർ സെക്ഷൻ 57B. ഫസ്റ്റ് ഓപ്ഷൻ 2009, സെക്കൻഡ് 2010, തേർഡ് 2011, ഫോർത്ത് 2012. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കേരള കോപ്പറേറ്റീവ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആസ് പെർ സെക്ഷൻ 57B അനുസരിച്ച് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 150ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. 2012 ദ കേരള കോപ്പറേറ്റീവ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2012 ആസ് പെർ സെക്ഷൻ 57B. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 151ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഗുഡ് ഡിപ്പോസിറ്റ് ഫ്രം ദി പാക്സ് പോയിന്റ് ഓഫ് വ്യൂ? യെസ്. ഫസ്റ്റ് ഓപ്ഷൻ ലോങ് ടൈം ഡിപ്പോസിറ്റ്, ലോങ് ടൈം ഫിക്സഡ് ഡിപ്പോസിറ്റ്, സെക്കൻഡ് ഷോർട്ട് ടൈം ഫിക്സഡ് ഡിപ്പോസിറ്റ്, തേർഡ് സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ്, ഫോർത്ത് റെക്കറിംഗ് ഡിപ്പോസിറ്റ്. യെസ്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതാണ് ഗുഡ് ഡിപ്പോസിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. താഴെ കൂടുതൽ ഏതാണ് ഗുഡ് ഡിപ്പോസിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 151ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് ആണ്. യെസ്. സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ്. സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് ഈസ് എ ഗുഡ് ഡിപ്പോസിറ്റ് ഫ്രം ദി പാക്സ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി പോയിന്റ് ഓഫ് വ്യൂ. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഗുഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് ആണ്. അപ്പോൾ 151ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 152ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഇസ് എ ഡിമാൻഡ് ഡിപ്പോസിറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ കറണ്ട് ഡിപ്പോസിറ്റ്, സെക്കൻഡ് ക്യാഷ് സർട്ടിഫിക്കറ്റ്, തേർഡ് റെക്കറിംഗ് ഡിപ്പോസിറ്റ്, ഫോർത്ത് ഫിക്സഡ് ഡിപ്പോസിറ്റ്. താഴെ കൊടുത്തിട്ടുള്ള ഡിപ്പോസിറ്റ് ഏതാണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യെസ്. ആവശ്യപ്പെടുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ 152ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? എ ആണ്. കറണ്ട് ഡിപ്പോസിറ്റ് ആണ്. യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 153ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സെക്ഷൻ 18 ഓഫ് ദി NA ആക്ട്, ഇഫ് ദി എമൗണ്ട് റിട്ടേൺ ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ് ആർ ഡിഫറൻറ്റ് ഇൻ എ ചെക്ക്, first option the amount in words is the amount payable, second the amount in figures is the amount payable, third the check has to be dishonored, fourth pay only the lower amount. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ സെക്ഷൻ 18 ഓഫ് ദി NA ആക്ട് അനുസരിച്ച് ദ എമൗണ്ട് റിട്ടേൺ ഇൻ എ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സിൻ്റെ ചെക്ക് ഡിഫറൻ്റ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രഡീഷണൽ രീതിയിലൊക്കെ ആൻസർ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത്? 153ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ? ദ എമൗണ്ട് ഇൻ വേർഡ്സ് ഈസ് ദി എമൗണ്ട് പേബിൾ. എ ആണ് ആൻസർ. എന്താണ് അതിനകത്ത് ഫിഗേഴ്സിൽ എഴുതിയിട്ടുള്ളത് കൊടുക്കില്ല, പകരം എന്താണ് വേർഡ്സിൽ എഴുതിയിട്ടുള്ള ആ എമൗണ്ട് കൊടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന RBIയുടെ എന്താണ് സർക്കുലർ അനുസരിച്ച് എമൗണ്ട് റിട്ടേൺ ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ് ആർ ഡിഫറൻ്റ് ആണെങ്കിൽ എന്താണ് അത് ഡിസോണർ ആകും. പക്ഷേ ആസ് പെർ സെക്ഷൻ 18 ഓഫ് ദി NA ആക്ട് അനുസരിച്ച് എ ആണ് ആൻസർ. ദ എമൗണ്ട് ഇൻ വേർഡ്സ് ഈസ് ദി എമൗണ്ട് പേബിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 154ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഷോർട്ട് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള ഈസ് ഫസ്റ്റ് ഓപ്ഷൻ യൂണിറ്ററി, സെക്കൻഡ് 2 ടയർ, തേർഡ് ഓപ്ഷൻ 3 ടയർ, ഫോർത്ത് ഓപ്ഷൻ ഫെഡറൽ ആൻഡ് 3 ടയർ. ഷോർട്ട് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള എന്ന് പറഞ്ഞാൽ 3 ടയർ ആയിരുന്നു. പക്ഷേ എന്താണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ മെർജ് ചെയ്തതോടുകൂടി എന്തായിട്ട് മാറി? 2 ടയർ ആയിട്ട് മാറി. അപ്പോൾ 154ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 2 ടയർ. ദ ഷോർട്ട് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള ഈസ് എ 2 ടയർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 155ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോ ഈസ് എ നോട്ട് ആൻ ഇൻഷുർഡ് ബാങ്ക്? ഫസ്റ്റ് ഓപ്ഷൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, സെക്കൻഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, തേർഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫോർത്ത് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്. താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് ഇൻഷുർഡ് ബാങ്ക് അല്ലാത്ത എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 155ാമത്തെ ക്വസ്റ്റ്യനോട്ട് ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഇസ് എ നോട്ട് ആൻ ഇൻഷുർഡ് ബാങ്ക് അല്ലാതെ വരുന്നു. അപ്പോൾ 155ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 156ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. KYC means first option know your client, second option know your character, third option know your caliber, fourth option know your customer. CECBക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് KYC? അറിയാൻ പാടില്ല. എന്താണ് KYC മീൻസ്? ഡി ആണ് ഓപ്ഷൻ, നോ യുവർ കസ്റ്റമർ. അപ്പം 156ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, നോ യുവർ കസ്റ്റമർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 157ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. TDS മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, സെക്കൻഡ് ടൈം ഡിപ്പോസിറ്റ് സ്കീം, തേർഡ് ഓപ്ഷൻ ടൈം ഡിപ്പോസിറ്റ് സ്കീം, ഫോർത്ത് ഓപ്ഷൻ ടാക്സ് ഡിപ്പോസിറ്റ് സ്കീം. KYC പോലെ ഒരു ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. TDS മീൻസ് 157ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ.
ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 158ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ക്യാൻ സ്റ്റോപ്പ് ദി പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക്? ഫസ്റ്റ് ഓപ്ഷൻ നോമിനി, സെക്കൻഡ് ഓപ്ഷൻ ബെനിഫിഷ്യറി, തേർഡ് ഓപ്ഷൻ ഡ്രോയി ഓഫ് എ ചെക്ക്, ഫോർത്ത് ഓപ്ഷൻ ഡ്രോവർ ഓഫ് എ ചെക്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പേയ്മെൻറ്റ് ഓഫ് ചെക്ക്, ചെക്കിൻ്റെ പേയ്മെൻറ്റ് ആർക്കാണ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഏതാണ് ട്രഡീഷണൽ ബാങ്കിങ്ങിൽ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോയിട്ടുള്ളതാണ്. ആർക്കാണ്? 158ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, ഡ്രോവർ ഓഫ് എ ചെക്ക്. യെസ്, ചെക്കിൻ്റെ ഓണറിനാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 159ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഓർ സബ്സിഡീസ് ഡയറക്ട്ലി ഇൻ ദി ബാങ്ക് അക്കൗണ്ട് ഓഫ് ദി ബെനിഫിഷ്യറീസ് ഈസ് കോൾഡ്. ഫസ്റ്റ് ഓപ്ഷൻ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, സെക്കൻഡ് ഓപ്ഷൻ കസ്റ്റമർ അക്കൗണ്ട് ട്രാൻസ്ഫർ, തേർഡ് ഓപ്ഷൻ കസ്റ്റമർ ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഫോർത്ത് ഓപ്ഷൻ ട്രാൻസ്ഫർ ഓഫ് ബെനിഫിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബെനിഫിഷ്യറിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡീസും സോഷ്യൽ ബെനിഫിറ്റും ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 159ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. യെസ്, ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനിഫിറ്റ് ഓർ സബ്സിഡീസ് ഡയറക്ട്ലി ഇൻ ദി ബാങ്ക് അക്കൗണ്ട് ഓഫ് ദി ബെനിഫിഷ്യറി ഈസ് കോൾഡ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ 159ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 160ാമത്തെ ക്വസ്റ്റ്യൻ. ദോസ് ഹൂ പ്രിഫർ ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദെയർ ഡിപ്പോസിറ്റ് വിൽ പ്രിഫർ. ഫസ്റ്റ് ഓപ്ഷൻ കറൻറ്റ് ഡിപ്പോസിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ SBI ഡിപ്പോസിറ്റ്, തേർഡ് ഓപ്ഷൻ ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഫോർത്ത് ഓപ്ഷൻ റിക്കറിംഗ് ഡിപ്പോസിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അതായത് ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ്, അതായത് ഡിപ്പോസിറ്റിന് ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് പ്രിഫർ ചെയ്യുന്നവർ ഈ താഴെ കാണുന്നതിൽ ഏത് ഡിപ്പോസിറ്റാണ് പ്രിഫർ ചെയ്യുന്നത്? ഓക്കെ, അതായത് ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റും ലിക്വിഡിറ്റിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്നതിൽ ഏത് ഡിപ്പോസിറ്റ് സ്കീമാണ് പ്രിഫർ ചെയ്യുന്നത്? ഏതാണ്? 160ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്, SB ഡിപ്പോസിറ്റ്, സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് ആണ്. യെസ്, ദോസ് ഹൂ പ്രിഫർ ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദെയർ ഡിപ്പോസിറ്റ് വിൽ പ്രിഫർ SB ഡിപ്പോസിറ്റ്, സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ്. CSEB ജൂലൈ മാസം ജൂനിയർ ക്ലർക്ക് ആൻഡ് കാഷ്യർ പോസ്റ്റിലേക്ക് നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത എക്സാമിന് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുമായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.